നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു ആചാരപരമായ പദവിയല്ല മുഖ്യമന്ത്രി കസേരയെന്നും ഡൽഹി പോലെയുള്ള ഇത്രയും പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് 24 മണിക്കൂറും ഓഫീസിൽ ലഭ്യമായിരിക്കണമെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. ഇതോടെ കൂടി ജയിലിൽ നിന്നും ഭരണം നടത്തുമെന്ന ആം ആദ്മി പാർട്ടിയുടെ നിലപാടിന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്ഥാനം ആചാരപരമായ ഒന്നല്ല എന്നും പ്രതിസന്ധികളെ നേരിടാൻ മുഖ്യമന്ത്രി പദവി വഹിക്കുന്നയാൾക്ക് മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരിക്കണമെന്നുമാണ് ഡൽഹി ഹൈക്കോടതി തിങ്കളാഴ്ച വിധിച്ചത്. തടവിലാക്കപ്പെട്ടതിനെ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രിയായി തുടരാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം വ്യക്തിപരം ആണെങ്കിലും അതിനർത്ഥം സ്കൂൾ കുട്ടികളുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടാം എന്നല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഡൽഹി മദ്യനയത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മാർച്ച് 21 മുതൽ ജയിലിൽ കഴിയുന്ന ആം ആദ്മി പാർട്ടി മേധാവിക്കെതിരെ ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ, ജസ്റ്റിസ് മൻമീത് PS അറോറ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. നഗരത്തിലെ സ്കൂളുകളിലെ 2 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും യൂണിഫോമുകളും ഡൽഹി ഭരണകൂടത്തിന് കഴിയാതെ വന്ന സാഹചര്യത്തിൽ കേജ്രിവാളിനെതിരെ ഡൽഹി ഹൈക്കോടതി പൊട്ടിത്തെറിച്ചത്. ഏതു സംസ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനം ഡൽഹി പോലുള്ള തിരക്കേറിയ തലസ്ഥാന നഗരത്തിൽ പ്രത്യേകിച്ചും അത് ആചാരപരമായ ഒരു പദവിയല്ല. വെള്ളപ്പൊക്കം, തീപിടുത്തം, രോഗം മൂലമായ ഏതൊരു പ്രതിസന്ധിയും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തവും നേരിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് 24 മണിക്കൂറും ഫലത്തിൽ ലഭ്യമായിരിക്കേണ്ട ഒരു തസ്തികയാണിത്. ദേശീയ താല്പര്യവും പൊതു താല്പര്യവും ആവശ്യപ്പെടുന്നത് ഈ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയും ആശയവിനിമയം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ വളരെ കാലം അനിശ്ചിതകാലത്തേക്ക് ഹാജരാകാതിരിക്കുകയോ നടക്കാൻ പാടുള്ളതല്ല. ബെഞ്ച് 17 പേജുള്ള ഉത്തരവിൽ പറയുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം പോലും ലഭിക്കാതെ അറസ്റ്റിലായിട്ടും സ്വതന്ത്ര താല്പര്യത്തിന്റെ പേരിൽ ഡൽഹി മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചു തൂങ്ങുകയാണ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം ജയിലിലായിട്ടും ആം ആദ്മി പാർട്ടിക്ക് അഴിമതി നടത്തിയതിന്റെ ഒരു കുറ്റബോധവുമില്ല. സംസ്ഥാന ഭരണം താറുമാറായാലും ശരി, കസേരയിൽ നിന്ന് ഇറങ്ങില്ല എന്ന കടുത്ത നിലപാട് കേജ്രിവാൾ എടുക്കുമ്പോൾ ഡൽഹി ജനതയോട് അക്ഷരാർത്ഥത്തിൽ കൊഞ്ഞനം കുത്തുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്യുന്നത്.